ഹലോ മക്കളെ, അക്ഷയ് സാറാണ്. ഒരുപാട് മക്കൾ നിരന്തരമായി സാറിനോട് ചോദിച്ചൊരു കാര്യമാണ് മക്കളെ. എന്താണെന്നറിയോ? പരീക്ഷയിൽ ബയോളജി പഠിക്കുന്നുണ്ട് ശരി, കൺസെപ്റ്റ് മനസ്സിലാക്കുന്നുണ്ട് ശരി, പക്ഷേ പരീക്ഷയിൽ വേണ്ട രീതിയിൽ പെർഫോം ചെയ്യാൻ സാധിക്കാത്ത പ്രശ്നം. അതുപോലെ തന്നെ ഡയഗ്രാംസ് ഒക്കെ കാണുമ്പോൾ ഈവൺ ദോ അതിൻ്റെ കാര്യങ്ങൾ അറിയാമെങ്കിൽ പോലും പരീക്ഷയിൽ മികച്ച രീതിയിലുള്ള ഒരു പെർഫോമൻസ്, ഒരു ഔട്ട്പുട്ട് കുട്ടികളുടെ ഭാഗത്തുനിന്ന് കിട്ടുന്നില്ല എന്നുള്ളൊരു രീതിയിൽ മാഷിൻ്റെ അടുത്ത് പല ആളുകളും സംസാരിച്ചിട്ടുണ്ട്. പല മക്കളും ആ ഒരു പ്രശ്നം പറഞ്ഞിട്ടുണ്ട് സാറിൻ്റെ അടുത്ത്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടുള്ളൊരു കൃത്യമായിട്ട് സൊല്യൂഷൻ ഞാൻ പറഞ്ഞുതരാൻ പോവുകയാണ്. നമുക്കറിയാം, നമുക്ക് എല്ലാവർക്കും സമയം എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ്. ആർക്കും കുറവോ കൂടുതലൊന്നുമില്ല, എല്ലാവർക്കും ഉള്ള സമയം ഒന്ന് തന്നെയാണ്. ആ സമയത്തെ എങ്ങനെ ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളതിലാണ് കാര്യം, അതിലാണ് റിസൾട്ട് ഇരിക്കുന്നത്. വ്യക്തമായി നല്ല രീതിയിലുള്ള ഒരു സ്ട്രാറ്റജി നമ്മുടെ നമ്മുടെ പഠനത്തിൽ കൊണ്ടുവന്നാൽ തീർച്ചയായിട്ടും നമുക്ക് അനുവദിച്ചിരിക്കുന്നത്, അതായത് നമുക്കുള്ള സമയത്ത് നമ്മൾ പഠിച്ച് മികച്ച മാർക്കിലേക്ക് എത്താം. ഇവണതോ കൺസെപ്റ്റ് അറിയാമെങ്കിൽ പോലും മാർക്ക് കുറയുന്നു എന്ന പ്രശ്നം നമുക്ക് പരിഹരിച്ചുകൊണ്ട്, കൺസെപ്റ്റ് അറിഞ്ഞുകൊണ്ട് കൃത്യമായ രീതിയിൽ ഫുൾ മാർക്കിലേക്ക് തന്നെ എത്താൻ സാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതിന് വേണ്ടി കുറച്ച് ടിപ്സ്, കുറച്ച് പോയിന്റ്സ് ഞാൻ പറഞ്ഞുതരും. കൃത്യമായി നിങ്ങളുടെ ലൈഫിൽ, നിങ്ങളുടെ ജീവിതത്തിൽ ഈ പോയിന്റ്സ് നിങ്ങൾ പഠനത്തിൽ കൊണ്ടുവന്നാൽ മികച്ച വിജയം ഉറപ്പായിട്ടും നിങ്ങൾക്ക് ലഭ്യമാകുന്നതായിരിക്കും. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് NCERT ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിക്കുക എന്നുള്ളത് തന്നെയാണ്. NCERT ടെക്സ്റ്റ് ബുക്ക് പോയിന്റ് ബൈ പോയിന്റ്, ലൈൻ ബൈ ലൈൻ നിങ്ങൾ വായിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. സിമ്പിളായിട്ട് ഞാൻ ഒരു കാര്യം പറയാം. നമ്മളൊരു പാരഗ്രാഫ്, ഇപ്പോൾ ലൈഫ് പ്രോസസ്സിൽ ഒരു പാരഗ്രാഫ് നമ്മൾ വായിക്കുന്നു. ഒരു പാരഗ്രാഫ് നമ്മൾ ഒരു തവണ വായിക്കുമ്പോൾ അതിൽ കുറച്ച് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും. അതേ പാരഗ്രാഫ് നമ്മൾ രണ്ടാമത്തെ തവണ റിപ്പീറ്റ് ചെയ്ത് വായിക്കുമ്പോൾ ആദ്യം മനസ്സിലായ പോയിന്റ്സിനേക്കാളും കുറച്ചുകൂടി പോയിന്റ്സ് നമുക്ക് എക്സ്ട്രാ ഗെയിൻ ചെയ്യാൻ വേണ്ടി പറ്റും, അറിവ് നമുക്ക് എക്സ്ട്രാ കിട്ടും. അങ്ങനെ നമ്മൾ ടെക്സ്റ്റ് ബുക്ക് പാരഗ്രാഫ് ലൈൻ ബൈ ലൈനായി നമ്മളിങ്ങനെ വായിക്കുമ്പോൾ എത്രത്തോളം നിങ്ങൾ വായിക്കുന്നോ അത്രത്തോളം പോയിന്റ്സ്, അത്രത്തോളം കോൺസെപ്റ്റ് നമുക്ക് ക്ലിയർ ആവും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇനിയിപ്പോൾ നിങ്ങൾ പഴയ വർഷത്തെ ചോദ്യപേപ്പർ എടുത്ത് നോക്കിയാലും, സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ, CBSEയുടെ തന്നെ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഏകദേശം ഒരു 80 to 85% ചോദ്യങ്ങൾക്കുള്ള ഉത്തരം NCERT ടെക്സ്റ്റ് ബുക്കിൽ തന്നെയുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ പാരഗ്രാഫ് വൈസ് വായിച്ചൊരു കുട്ടിക്ക് തീർച്ചയായിട്ടും 85% മാർക്ക് ബയോളജിയിൽ അനായാസം സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. NCERT റീഡിങ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. രണ്ടാമത് സാറ് പറയാനുള്ളൊരു കാര്യം ഷോർട്ട് നോട്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ NCERT റീഡിങ് ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ ഒരു പാരഗ്രാഫ് വായിക്കുന്നു, അതിൽ നിന്നുള്ള പ്രധാനപ്പെട്ട പോയിന്റ്സ്, റിപ്പീറ്റിംഗ് പോയിന്റ് മാത്രമാണ്, അല്ലാതെ പാരഗ്രാഫായിട്ട് എഴുതാനല്ല സാറ് പറയുന്നത്. ഷോർട്ട് നോട്ട് പോയിന്റ് വൈസായിട്ട് എഴുതാൻ കൂടി നിങ്ങൾ ശ്രമിച്ചാൽ അത് വളരെയധികം നിങ്ങളുടെ പഠനത്തെ ബൂസ്റ്റ് ചെയ്യുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പിന്നെ ബയോളജി എന്ന് പറയുമ്പോൾ ബയോളജിയുടെ ഒരു ലൈഫ് എന്ന് പറയുന്നത് ഡയഗ്രാമാണ്. ബയോളജിയെക്കുറിച്ച് ആരോട് ചോദിച്ചാലും ആദ്യം മനസ്സിൽ വരുന്നത് ഡയഗ്രാംസ് ആണ്. നമ്മുടെ ഓരോ ചാപ്റ്ററിലും പ്രധാനപ്പെട്ട അനവധി ഡയഗ്രാംസ് ഉണ്ട്, എസ്പെഷ്യലി ദ ഫസ്റ്റ് ചാപ്റ്റർ ലൈഫ് പ്രോസസ്സസ്. അപ്പോൾ ഈ ഡയഗ്രാംസ് അറ്റ്ലീസ്റ്റ് വൺസ്, ഒരിക്കലെങ്കിലും നിങ്ങൾ വരച്ച് നോക്കണം. ഞാൻ പറയുന്നു, വരച്ച് തന്നെ നോക്കണം. വെറുതെ ടെക്സ്റ്റ് ബുക്ക് എടുത്ത് നമ്മൾ നോക്കി അത് കണ്ടുകൊണ്ട് നമുക്കൊരിക്കലും പരീക്ഷയിൽ വരക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം, ആ റിയാലിറ്റി നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ വരച്ച് നോക്കേണ്ട സ്ഥാനത്ത് വരച്ച് നോക്കുക തന്നെ ചെയ്യണം. ഡയഗ്രാംസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നല്ല രീതിയിൽ തന്നെ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം. ഇനി ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യം വീണ്ടും ഒന്ന് ആവർത്തിക്കാൻ ഒന്നുകൂടി പറയാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ പാരഗ്രാഫ് വായിക്കുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കൺസെപ്റ്റ് നമ്മൾ പഠിക്കുകയാണെങ്കിൽ അത് കൺസെപ്റ്റ് കൃത്യമായി മനസ്സിലാക്കി തന്നെ പഠിക്കുക. അതല്ലാതെ ബൈ ഹാർട്ടിങ് ചെയ്യുന്ന പ്രവണത ആർക്കെങ്കിലും, ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും അങ്ങനെ ഒരു പ്രവണത, അങ്ങനെ ഒരു ടെംപ്റ്റേഷൻ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കേണ്ടതാണ് എന്ന് തന്നെയാണ് പറയാനുള്ളത്. കാരണം വെച്ച് കഴിഞ്ഞാൽ സയൻസ് സബ്ജക്റ്റ് ഇറ്റ്സ് ഓൾ അബൌട്ട് ഒബ്സർവേഷൻ ആൻഡ് എക്സ്പെരിമെൻറ്റേഷൻ. അപ്പോൾ നമ്മളെ നിരീക്ഷണം, നമ്മളത് പരീക്ഷിക്കുന്നു, നമ്മളത് മനസ്സിലാക്കി തന്നെ പഠിക്കേണ്ട വിഷയമാണ്. അതല്ലാതെ ബൈഹാർട്ട് പഠിച്ചാൽ ഒരു പക്ഷേ നാളത്തെ പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് മാർക്ക് നേടാൻ പറ്റുമായിരിക്കും. പക്ഷേ ഭാവിയിൽ നിങ്ങൾ ഈ ബയോളജി റിലേറ്റഡ് അല്ലെങ്കിൽ സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഭാവിയിൽ മറ്റു പരീക്ഷകൾക്ക് നിങ്ങൾക്ക് ഇത് വീണ്ടും പഠിക്കേണ്ട സാഹചര്യം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ പഠിക്കുന്ന സാഹചര്യത്തിൽ കൺസെപ്റ്റ് മനസ്സിലാക്കി പഠിച്ചാൽ അത് അങ്ങോളം നിങ്ങളുടെ ഭാവിയിൽ തീർച്ചയായിട്ടും അത് ഉപകാരപ്രദമാവും. കൺസെപ്റ്റ് പഠിക്കുമ്പോൾ മനസ്സിലാക്കി പഠിക്കുക, നെവർ ബൈ ഹാർട്ട്. അതാണ് എനിക്ക് പറയാനുള്ള മറ്റൊരു കാര്യം. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഓരോ ആഴ്ചയിലും റിവിഷനാണ്. അതായത് നമ്മളൊരു കാര്യം പഠിച്ചു, നമ്മൾ ഷോർട്ട് നോട്ട് ഉണ്ടാക്കി, നമ്മൾ കൺസെപ്റ്റ് മനസ്സിലാക്കിന് എന്ന് പറഞ്ഞ കാര്യമില്ല. നമ്മളത് നോക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, നമ്മളത് റിവൈസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ മൈൻഡിൽ നിന്ന് അത് പോകും.
അപ്പോൾ റെഗുലർ ആയിട്ടുള്ള റിവിഷൻ ആഴ്ചതോറും ഒരാഴ്ചയിൽ പഠിച്ച കാര്യം എന്തൊക്കെയാണെന്നുള്ളത് റിവൈസ് ചെയ്യാൻ ശ്രമിക്കണം. 1 മണിക്കൂർ സമയം റിവിഷന് വേണ്ടി ഓരോ ആഴ്ചയിലും ബയോളജിയിൽ നിങ്ങൾ മാറ്റിവെക്കേണ്ടത് അത്യാവശ്യമാണ്. പിന്നീട് ഏറ്റവും പ്രധാനമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏരിയ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പ്ലസ് സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ നന്നായിട്ട് തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു ഏരിയ ആണ്. അത് പ്രാക്ടീസ് ചെയ്യുന്നത് വഴി NCERT ഏതൊക്കെ രീതിയിൽ ചോദ്യങ്ങൾ ചോദിക്കാമെന്നും ആ ചോദ്യങ്ങൾക്ക് എങ്ങനെ മാർക്കിനനുസരിച്ചിട്ട് ഉത്തരം എഴുതാൻ പറ്റുമെന്നും നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. സോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ, സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ നന്നായിട്ട് തന്നെ വർക്കൗട്ട് ചെയ്യാൻ ശ്രമിക്കണം. പിന്നെ പറയാനുള്ള പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കമ്പാരിസൺ ടേബിൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ടോപ്പിക്ക് അല്ലെങ്കിൽ ഒരു മെയിൻ ടോപ്പിക്കിൻ്റെ കീഴിൽ വരുന്ന സബ് ടോപ്പിക്കിൻ്റെ ഡിഫറൻസസ്. ഫോർ എക്സാമ്പിൾ ബ്ലഡ് വെസൽസ് എന്നുള്ള ഒരു ഏരിയ, ഒരു ടോപ്പിക്ക് ഞാൻ ഇപ്പോൾ കൺസിഡർ ചെയ്ത് പറയുകയാണെങ്കിൽ ബ്ലഡ് വെസൽസ് നിങ്ങൾക്ക് അറിയാം, ആർട്ടറി, വെയിൻ, കാപ്പിലറി, 3 ടൈപ്പ് ബ്ലഡ് വെസൽസ് ആണ് നമ്മുടെ ബോഡിയിലുള്ളത്. സോ ഇത് ടേബിൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഫസ്റ്റ് കോളം ആർട്ടറി, ദെൻ വെയിൻ, ദെൻ കാപ്പിലറി അങ്ങനെ കൊടുത്ത് കമ്പയർ ചെയ്യുമ്പോൾ പോയിന്റ് വൈസ് ആയിട്ട് പഠിക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, അത് കൃത്യമായി പഠിക്കാൻ വേണ്ടി പറ്റും. ഇതിൻ്റെ കേസ് മാത്രമല്ല കേട്ടോ. ഫോർ എക്സാമ്പിൾ സൈലം, ഫ്ലോയം രണ്ടും നിങ്ങൾക്ക് കമ്പയർ ചെയ്ത് പഠിക്കാൻ പറ്റുന്ന കാര്യമാണ്. റെസ്പിറേഷൻ്റെ കേസിൽ എയറോബിക് റെസ്പിറേഷൻ, അനഎയറോബിക് റെസ്പിറേഷൻ, ഇങ്ങനെ ടാബുലേറ്റ് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന സംഗതികൾ തീർച്ചയായിട്ടും ടാബുലേറ്റ് ചെയ്ത് പോയിന്റ് വൈസ് ആയിട്ട് പഠിച്ചാൽ നമ്മുടെ മെമ്മറിയിൽ കൂടുതൽ നേരം അത് നിൽക്കുകയും പരീക്ഷയിൽ നന്നായി തന്നെ അത് നിങ്ങൾക്ക് ആൻസർ ഷീറ്റിൽ റീപ്രൊഡ്യൂസ് ചെയ്യാനും സാധിക്കും. സോ ആ ഒരു ടിപ്പ്, ആ ഒരു ടേബിൾ കമ്പാരിസണിലൂടെയുള്ള പഠനം തീർച്ചയായിട്ടും മികവുറ്റ റിസൾട്ടിലേക്ക് എത്താൻ നിങ്ങളെ സഹായിക്കും. പിന്നെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, പഠിക്കുന്ന സമയത്ത് ഇത് പണ്ട് മുതലേ ഫോളോ ചെയ്യുന്ന ഒരു ടെക്നിക്കാണ്, വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു ടെക്നിക്കാണ്. നമ്മുടെ മുന്നിൽ ഒരാളുണ്ട് എന്നുള്ള രീതിയിൽ നമ്മൾ അദ്ദേഹത്തെ, നമ്മുടെ മുന്നിൽ ആൾ ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല, നമ്മുടെ മുമ്പിൽ ആരുമില്ലെങ്കിൽ ഒരു ചെയർ വെച്ചുകൊണ്ട് ആ ചെയറിൽ ഇരിക്കുന്ന ആളിനെ നമ്മൾ പഠിപ്പിക്കുന്ന രീതിയിൽ എന്ത് ചെയ്യുക, പഠിപ്പിക്കുക എന്നുള്ളതാണ്. നമ്മളൊരു കോൺസെപ്റ്റ് പഠിക്കുന്നു, നമ്മൾ ഒരാളെ പഠിപ്പിക്കുന്ന രീതിയിൽ പഠിക്കുമ്പോൾ തീർച്ചയായിട്ടും മോർ എഫക്റ്റീവായിട്ട് ആ കോൺസെപ്റ്റ് നമ്മൾ മനസ്സിൽ ഓർത്തു വെക്കുകയും പരീക്ഷയിൽ നന്നായി തന്നെ അത് എഴുതാനും സാധിക്കും. സോ ഇത്രയൊക്കെയാണ് പ്രധാനപ്പെട്ട ടിപ്സ്. ഈ ടിപ്സൊക്കെ ഫോളോ ചെയ്താൽ തന്നെ ഉറപ്പായിട്ടും ഫുൾ മാർക്ക് നിങ്ങൾക്ക് ബയോളജിയിൽ കിട്ടുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. സോ അതോടൊപ്പം തന്നെ സൈലം നിങ്ങളുടെ കൂടെ ഉണ്ടെന്നുള്ളൊരു കാര്യം കൂടി നിങ്ങൾ ഓർത്തു വെക്കുക മക്കളെ. ഇനി അങ്ങോട്ട്, അതായത് നമ്മുടെ ആദ്യത്തെ ചാപ്റ്റർ മുതൽ അവസാനത്തെ അവർ എൻവിറോൺമെന്റ് എന്ന് പറയുന്ന ചാപ്റ്റർ വരേക്കും നമ്മൾ റിവിഷൻ പ്രൊവൈഡ് ചെയ്യുന്ന എക്സ്ക്ലൂസീവ് ട്യൂഷൻ ബാച്ചാണ് സൈലത്തിൻ്റെ അസ്ത്ര എൻ ഗെയിം. സോ സമയം നിങ്ങൾ വിചാരിക്കും, അയ്യോ കുറച്ച് സമയമല്ലേ ഉള്ളൂ, ഇത്രയും ചാപ്റ്റേഴ്സ് നമുക്ക് കവർ ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടാവും. സാധിക്കുമെന്ന് തന്നെയാണ് സൈലത്തിന് പറയാനുള്ളത്. തീർച്ചയായിട്ടും ഓരോ ചാപ്റ്ററും നന്നായി റിവൈസ് ചെയ്ത് ചോദ്യങ്ങൾ ഉൾപ്പെടെ നിങ്ങളെ പഠിപ്പിക്കുന്ന ബാച്ചാണ് അസ്ത്ര എൻ ഗെയിം. ഇതിനോടകം തന്നെ ഒരുപാട് മക്കൾ ബാച്ചിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇനിയും ജോയിൻ ചെയ്യാൻ ബാക്കിയുള്ള മക്കൾ തീർച്ചയായിട്ടും ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ സ്ക്രീനിൽ കാണുന്ന കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് അഡ്മിഷൻ എടുക്കണം. അനവധി ഫീച്ചേഴ്സ് നിറഞ്ഞിരിക്കുന്ന ബാച്ച് ആയതുകൊണ്ട് തന്നെ റിസൾട്ട് 100% ഗ്യാരണ്ടീഡ് ആണ് മക്കളെ. ഒട്ടും സംഭവിക്കാതെ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. എല്ലാവർക്കും മികച്ച വിജയം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ബൈ.